സ്നേഹമുള്ള ഭർത്താവായിരുന്നു നിഖിൽ. അവന് അവൻ്റെ ഭാര്യ പ്രിയ ജോലിക്ക് പോകുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അവൾക്ക് നാളെ ഇൻ്റർവ്യൂവിന് പോകണം. അവൾ പോകുമോ? അവന് ഒരു സ്വസ്ഥതയും ഉണ്ടായില്ല. അവൻ അവളോട് ചോദിച്ചു, പ്രിയേ പ്രിയേ ഇങ്ങ് വന്നേ, നിന്റെ തീരുമാനം എന്താ? നാളെ പോണം നിഖിലേട്ടാ, പോയില്ലെങ്കിൽ ശരിയാകില്ല. അത് ഉറപ്പിച്ചോ? ഉറപ്പിച്ചിട്ടില്ല എന്ന് അവൾ പറയുന്നത് കേൾക്കാൻ നിഖിൽ ആഗ്രഹിച്ചു. പക്ഷേ പ്രിയ ഡ്രസ്സ് മടക്കി വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു, നിഖിലേട്ടൻ എന്നെ കൊണ്ടാക്കില്ലേ? അവളുടെ വാക്കുകൾ കേട്ട് അവൻ്റെ മുഖം പാടി. അവൻ തല കുനിച്ച് ഒന്നും ശബ്ദിച്ചില്ല. പ്രിയയ്ക്ക് സങ്കടമായി. അവൻ്റെ അടുക്കലേക്ക് വന്ന് പ്രിയ പറഞ്ഞു, ജോലി ഉണ്ടാവുന്നത് നല്ലതല്ലേ? ഭാര്യ വീട്ടമ്മ എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ അല്ലേ? അവൾ അവൻ്റെ മുഖത്ത് നോക്കി. പക്ഷേ അവൻ ചിരിച്ചില്ല. ഇതാണോ കൊള്ളാം സ്നേഹം? എനിക്കും ജോലിക്ക് പോണ്ടേ? എൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയും? ജോലി ഇല്ലാന്നോ? അത് പറ്റില്ല കേട്ടോ. നിഖിലിൻ്റെ കൈ പിടിച്ച് അവൾ തീർത്തു പറഞ്ഞു. പ്രിയയുടെ കൈയെടുത്തു മാറ്റിക്കൊണ്ട് നിഖിൽ എഴുന്നേറ്റു. കണ്ണാടിയിൽ നോക്കി മുടി ചീകി പിന്നിൽ പ്രിയ നിൽക്കുന്നത് അവന് കാണാമായിരുന്നു. ബെഡ്റൂം വിട്ടവൻ ഹാളിലെത്തി. അവിടെ അച്ഛനും അമ്മയും എന്തോ നർമ്മം പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. മകൻ്റെ മുഖം കണ്ടവർ പരസ്പരം നോക്കി. അച്ഛൻ ചോദിച്ചു, എന്താടാ മോനെ, ഇന്ന് ഞായറാഴ്ചയല്ലേ? നീ എങ്ങോട്ടാ ഒറ്റയ്ക്ക്? ഇപ്പോൾ വരാം. എങ്ങോട്ടുമല്ല അച്ഛാ എന്ന് പറഞ്ഞവൻ ബൈക്ക് സ്റ്റാർട്ടാക്കി പോയി. അവൻ്റെ പോക്കത്ര ഭംഗിയല്ലെന്ന് രണ്ടുപേർക്കും തോന്നി. അച്ഛൻ പറഞ്ഞു, പ്രിയ പുറത്തു വന്നില്ലല്ലോ, എന്തോ ഗുരുതര പ്രശ്നമാണ് ടീച്ചറെ. ഒന്നുമല്ല, നാളെ ഇൻ്റർവ്യൂ അല്ലേ, അവളെ വീട്ടമ്മയാക്കാൻ നോക്കുമായിരിക്കും. അങ്ങനെയോ? എങ്കിൽ കൊള്ളാം, അച്ഛൻ പറഞ്ഞു. അത് കേട്ട് നിഖിലിൻ്റെ അമ്മ പ്രഭ ടീച്ചർ പറഞ്ഞു, നിങ്ങളെ മോനല്ലേ, അങ്ങനെ അവനെ തരമുള്ളൂ. അമ്മ തമാശ സ്വരത്തിൽ പറഞ്ഞു നിർത്തി. അതെന്ത് പറച്ചില്ല പറഞ്ഞു വരുന്നേ? നിഖിലിൻ്റെ അച്ഛൻ റാം ദിവാകർ ചോദിച്ചു. നിഖിലിൻ്റെ അമ്മ പ്രഭ ടീച്ചർ പറഞ്ഞു, പണ്ട് കുറേ പ്രതാപങ്ങൾ പറഞ്ഞ് എന്നെ ഒരു ജോലിക്കും വിടാതെ കാട്ടിക്കൂട്ടിയതോർത്താൽ ഇതെന്ത് തുച്ഛം. ആഹാ, നീ കഷ്ടപ്പെടണ്ടല്ലോ എന്ന് കരുതിപ്പോയി. പിന്നെ ചില ഭാര്യമാർക്കൊരു വിചാരമുണ്ട്, ഭർത്താവ് ജോലി ചെയ്യാമെങ്കിൽ ഭാര്യയ്ക്കും ആകാമെന്ന്. പക്ഷേ എനിക്കൊരഭിപ്രായമുണ്ട്, പറയട്ടെ? അദ്ദേഹം തുടർന്നു. വിവാഹം കഴിഞ്ഞുവരുന്ന പെൺകുട്ടികൾ ഉടനെ ജോലിക്ക് പോകുന്നത് വളരെ സങ്കടമാണ്. സ്നേഹമുള്ള ഭർത്താക്കന്മാർ അത് എതിർക്കും. കാരണം പറയാം. പെൺകുട്ടികൾ പല ക്ഷീണതകളും കല്യാണത്തിന് ശേഷം ഉണ്ടാകും അവർക്ക്. അവർ കഷ്ടപ്പെടണ്ട എന്നതാണ് എതിർവാക്കുകൾ പറയുന്നത്. ഭാര്യമാർ കഷ്ടപ്പെട്ടാൽ ഭർത്താവായ ഞങ്ങൾക്കെന്ത് എന്ന് വിചാരിച്ചാൽ നല്ല ഭർത്താവാകാൻ കഴിയുമോ? ഒക്കെ ശരിയാണ്. നിഖിലിൻ്റെ അമ്മ എല്ലാം തലയാട്ടി സമ്മതിച്ചു. നിഖിലിൻ്റെ ബൈക്ക് ചെന്ന് നിന്നത് ഒരു ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിലാണ്. അവൻ പ്രിയയ്ക്ക് ആവശ്യമായ ഡ്രസ്സും അടുത്തുള്ള ബേക്കറിയിൽ നിന്നും മിച്ചറും വാങ്ങി ക്യാഷ് പേ ചെയ്ത് തിരികെ വീട്ടിൻ്റെ ഗേറ്റിലെത്തി. അമ്മ ഗേറ്റ് തുറന്നു. അവൻ്റെ കയ്യിലെ കവർ കണ്ടമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊണ്ടുകൊടുക്ക്, നിനക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ? അവൾ ഇതുവരെ താഴേക്ക് വന്നില്ല. അമ്മ ചെന്ന് നോക്കിയില്ലേ? അവൻ ചോദിച്ചു. നീ എന്ത് ഭാവിച്ചിട്ടാ മോനെ? വന്നിട്ട് ആഴ്ചകൾ ആയിട്ടേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാത്തിനും തടസ്സം നിൽക്കാനാണോ ഭർത്താവായി നീ ഉള്ളത്? അമ്മയുടെ ചോദ്യം കേട്ട് അവൻ പറഞ്ഞു, അമ്മേ, തടസ്സം പറഞ്ഞതല്ല, ഈ ഇൻ്റർവ്യൂവിന് പോകണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവൾ ഭയങ്കര വാശിയാണമ്മേ, വാശിക്കാരത്തിയ. ശരി, അവിടെ ചെല്ലു, അമ്മ നിഖിലിനോട് പറഞ്ഞു. അവൻ മുറിയിലെത്തി. പ്രിയയെ അവിടെ ഉണ്ടായിരുന്നില്ല. എവിടെ പോയി? അവൻ എല്ലാ സ്ഥലത്തും തിരഞ്ഞു. അവളെ കാണാനില്ല. അമ്മേ, അവളെ കാണാനില്ല. എവിടെ? പ്രിയ, എന്താടാ നീ പറയുന്നേ? പ്രിയ നിന്റെ മുറിയിലില്ലേ? പിന്നെ എവിടെ പോയി? എല്ലാവരും വിഷമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പുറത്തു പോയിട്ടില്ല, അത് ഉറപ്പാ, അമ്മ ഉറപ്പിച്ചു പറഞ്ഞു. തിരഞ്ഞ് തളർന്ന് കുനിഞ്ഞ് കണ്ണുപൊത്തി അവൻ ഇരുന്നു. കുട്ടിയൊന്നുമല്ലല്ലോ, എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വരും, അച്ഛൻ പറഞ്ഞു. ഒരു പുരുഷനാകുമ്പോൾ ധാരാളം ഇതുപോലുള്ള സന്ദർഭം ഉണ്ടാകും. അന്തം വിട്ട് കുത്തിയിരിക്കുകയല്ല വേണ്ടത്. വീട്ടിലും കൂട്ടുകാരോടും വിളിച്ചു ചോദിക്കേ. അവൾ പറയാതെ പോയില്ലേ അച്ഛാ? നിഖിൽ പറഞ്ഞു. നീ പറഞ്ഞിട്ടാണോ പോയത്? അമ്മ അവസരം പാഴാക്കിയില്ല. അപ്പോൾ അമ്മ ഇവിടെ ഇല്ലായിരുന്നോ? നിഖിൽ അമ്മയോടായി ചോദിച്ചു. ദൂരെ എങ്ങും പോയില്ല, പാർവതിയുടെ ഷഷ്ടിപൂർത്തിക്ക് പോയി. ഉടനെ വരികയും ചെയ്തു. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞത് കേട്ട് നിഖിൽ അച്ഛനോട് ചോദിച്ചു.
അച്ഛാ, അച്ഛനോട് പറഞ്ഞിട്ടാണോ അവൾ പോയത്? ഇല്ല, ഞാൻ മുറിയിലായിരുന്നു. പോകുന്നെങ്കിൽ അവൾക്ക് എന്നോട് പറയണമല്ലോ. കുഞ്ഞുള്ളത് കൊണ്ടാണ് ഞാൻ നിന്റെ അമ്മയുടെ ഒപ്പം പോകാഞ്ഞത്, അച്ഛൻ പറഞ്ഞു. അത് കേട്ട് നിഖിൽ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, എന്നോട് പറയാതെ പോയത് ക്ഷമിക്കാം, അച്ഛനോട് പറയാതെ പോയത് തെറ്റല്ലേ? നിഖിൽ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നീ പണ്ടത്തെ കുട്ടിയല്ല, അവളുടെ ഭർത്താവാണ്. നീ അവളോട് പറയാതെ പിണങ്ങിപ്പോയി. അവൾ പോകുമ്പോൾ നിന്റെ അച്ഛനോട് എന്തിനു പറയണം? അച്ഛൻ്റെ വാക്കുകൾ കേട്ട് നിഖിൽ അച്ഛനെയും അമ്മയെയും മാറി മാറി നോക്കി. അവൻ്റെ സങ്കടാവസ്ഥ കണ്ട അവർ രണ്ടുപേരും മുറിയിൽ കയറി കസേരയിലിരുന്ന ശേഷം അച്ഛൻ പറഞ്ഞു, നീ പ്രിയയെ വീട്ടിൽ കൊണ്ടാക്കിയത് ശരിയായില്ല. നിന്റെ സ്റ്റുഡൻ്റായത് കാരണം അവൾ അനുസരിച്ചു. എല്ലാം ശരിയാകും. അവൻ്റെ അമ്മയല്ലേ ഞാൻ. മകൻ കാരണം കരഞ്ഞു കലങ്ങി നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? അത് ചെയ്തു എന്ന് സമാധാനിക്കണം. എങ്ങനെ സമാധാനം നിനക്ക് കിട്ടി? പറയൂ, നിഖിലിൻ്റെ അച്ഛൻ ഭാര്യയോടായി ചോദിച്ചു. അവൻ ജോലിക്ക് വിടില്ല. അതെങ്ങനെ? തീർച്ചയാക്കും. അതിനായി ഇൻ്റർവ്യൂവിന് നാളെ പോകണ്ട എന്ന് നിർബന്ധം പിടിച്ചു എന്ന് അവൾ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? ഓ, അത് ശരിയാ. അതുകൊണ്ട് അവനെ ധിക്കരിച്ച് ഇൻ്റർവ്യൂവിന് പോകാൻ നീ പറഞ്ഞു വിട്ടത് ശരിയാണോ? അച്ഛൻ സംശയം ചോദിച്ചു. ശരിയാണെന്നേ. അവൾ ഇൻ്റർവ്യൂവിന് പോകട്ടെ, ജോലി നേടട്ടെ, പാവം സന്തോഷിക്കട്ടെ. ക്ലാസ് ഫസ്റ്റാണവൾ. അവൾ പഠിച്ചത് വെറുതെ ആകരുത്. ജീവിതത്തിന് 2ാം സ്ഥാനം കൊടുത്താൽ മതി. ഒരിക്കലും ഞാൻ അവളെ വേദനപ്പെടുത്തില്ല, അമ്മ പറഞ്ഞു. ടീച്ചറും കുട്ടിയും ചേർന്ന് എൻ്റെ മോന് ആദ്യം ഉണ്ടാക്കുമോ? അവൻ ആർക്കും ഫോൺ വിളിക്കില്ല. അവൻ്റെ ബൈക്കിൻ്റെ ശബ്ദമാണ് ആ കേൾക്കുന്നത്. നീ എന്തെങ്കിലും ചെയ്യ്, അച്ഛൻ പറഞ്ഞു. അവൻ അവളുടെ വീട്ടിലെ ആദ്യം അന്വേഷിക്കാൻ പോകൂ. അവിടെ ചെല്ലുമ്പോൾ അറിയട്ടെ വിശേഷങ്ങൾ. നിഖിലിൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ഭയമുണ്ടായി. പ്രിയ വീട്ടിലുണ്ടാവണേ എന്നവൻ അതിയായി ആഗ്രഹിച്ചു. ഗ്രാമപ്രദേശമാണ്. നല്ല വീതി കുറവ് അല്ലാത്ത നീള റോഡും അവിടെയായി കടകളും കണ്ടു തുടങ്ങി. പ്രിയയുടെ വീടടുക്കും തോറും അവൻ്റെ നെഞ്ചെടുപ്പ് കൂടിക്കൂടി വന്നു. സ്നേഹമുള്ള അമ്മാവനാണെങ്കിലും എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്? അവൻ കുറച്ചകലത്ത് വച്ച് തന്നെ ബൈക്ക് നിർത്തി ചുറ്റും വീക്ഷിച്ചു. ധൈര്യം സംഭരിച്ചു മുന്നോട്ട് നടന്നു. കോളിംഗ് ബെല്ലമർത്തി പ്രിയയുടെ അമ്മ വാതിൽ തുറന്നു. വരൂ മോനെ. അവൻ പതിയെ അകത്തു നോക്കി. അത് കണ്ടിട്ടാകണം, അമ്മ പറഞ്ഞു. അവൾ കുളിക്കുകയാണ്. അമ്മ ചായ കൊണ്ടുവരാം എന്നും പറഞ്ഞവർ അകത്തുപോയി. നിഖിലിന് ശ്വാസം അപ്പോഴാണ് നേരെ വീണത്. അപ്പോഴേക്കും പ്രിയയുടെ അച്ഛനും വന്നെത്തി. കപ്പട മീശയും വലിയ വയറും കഷട്ടിത്തലയുമുള്ള ജൂബയും മുണ്ടും ധരിച്ച ചട്ടമ്പിലുക്കുള്ള പാവത്താൻ. വന്നപാടെ അയാൾ ചോദിച്ചു, മോനെ, അവൾ വൈകിട്ട് വന്നതല്ലേ ഉള്ളൂ, നീ എന്താ വിളിക്കാനാണോ വന്നത്? അല്ല, വെറുതെ വന്നതേ ഉള്ളൂ. നിഖിലിൻ്റെ വാക്കുകൾ കേട്ട് പ്രിയയുടെ അച്ഛൻ ചിരിച്ചു. ചായയുമായി വന്ന അമ്മ പറഞ്ഞു. അങ്ങനെയാ സ്നേഹമുള്ള ഭർത്താക്കന്മാർ. ഓഹോ, അച്ഛൻ പറഞ്ഞു. പുതുമോടിയല്ലേ, ഇങ്ങനെയൊന്നും പറയിക്കരുത്. കൂടെ വരണം കേട്ടോ മോനെ. പ്രിയയെ കാണാതെ പോകാനാണ് അവന് തോന്നിയത്. എല്ലാവരുടെ മുന്നിലും ചെറുതായതുപോലെ പ്രിയയും കാണുന്നില്ല. പ്രിയയുടെ അമ്മ പറഞ്ഞു, അവളിപ്പോൾ വരും. മോൻ ചായ കുടിക്ക്. ചായ എടുത്ത് എറിയാനാണ് അവന് തോന്നിയത്. അപ്പോഴേക്കും പ്രിയ ചിരിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവൻ്റെ മുന്നിലെത്തി. കുളിച്ചീറൻ മുടി മാടി ഒതുക്കിക്കൊണ്ട് അവൾ നിഖിലിനെ നോക്കി പുഞ്ചിരിച്ചു. നീല എംബ്രോയിഡറിയുള്ള നൈറ്റിയാണ് അവൾ ധരിച്ചിരുന്നത്. അവളെ കാണാൻ പതിവിലേറെ ഭംഗിയുണ്ടായിരുന്നു. അവളെ കാണുമ്പോൾ പൊട്ടിത്തെറിയോടെ പലതും ചോദിക്കാൻ മനസ്സിൽ കരുതിയിരുന്നു. പക്ഷേ അവനൊന്നും ചോദിച്ചില്ല. നിഖിൽ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് പറഞ്ഞു, കൊള്ളാം, ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്നെ ഇത്രയും തീറ്റിച്ചത്? അവൾ ആ ചോദ്യത്തിന് ഒന്ന് ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പ്രിയെ, നിനക്ക് ചിരിക്കാം, പക്ഷേ അച്ഛനും അമ്മയും വയസ്സായവരാണ്. നിനക്ക് എൻ്റെ നമ്പർ അറിയില്ലേ? അവിടെ നിറങ്ങുമ്പോൾ ഒന്ന് വിളിക്കാഞ്ഞതെന്താ? നിഖിലേട്ടൻ എന്തായി പറയുന്നേ? അച്ഛനും അമ്മയ്ക്കും അറിയാമല്ലോ, അമ്മയാണ് ഇവിടെ കൊണ്ടാക്കിയത്.
അച്ഛനാണ് ടാക്സി വിളിച്ചു വരുത്തിയത്. അവളുടെ വാക്കുകൾ കേട്ട് അവൻ്റെ മനസ്സൊന്ന് വിങ്ങി. അവൻ ചിന്താകുഴപ്പത്തിലായി. അമ്മയും അച്ഛനും എന്തിന് ഒളിച്ചു? അവൻ എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല. എന്താ നിഖിലേട്ട മിണ്ടാട്ടമില്ലാതിരിക്കുന്നേ? നിഖിലേട്ട, അവൾ തൊട്ട് വിളിച്ചു. ഒരു ഞെട്ടലോടെ അവൻ പറഞ്ഞു, നീ വലിയ മിടുക്കിയല്ലേ? അമ്മയുടെ മിടുക്കി. എന്നെ മറന്നു, നീ എന്നെ വിളിച്ചില്ല. നിന്നെ കാണാതെ ഞാൻ വിഷമിച്ചോട്ടെ, നിനക്കെന്താ അല്ലേ? നിഖിൽ അവളോട് ചോദിച്ചു. ഞാൻ അമ്മയുടെ കൂടെയാണല്ലോ ഇവിടെ വന്നത്. നിഖിലേട്ടൻ എന്നോട് പിണങ്ങിയല്ലേ പോയത്? എന്നോടൊന്നും മിണ്ടിയില്ല. ദേഷ്യഭാവം കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. അത് അമ്മ കണ്ടു. അമ്മയ്ക്ക് സങ്കടം വന്നു. അമ്മ കണ്ണുനീർ തുടച്ചിട്ട് അമ്മ പറഞ്ഞു, നീ ഒരുങ്ങ്, ഒരു സ്ഥലം വരെ പോകാം, അമ്മയുടെ കൂടെ വരൂ എന്ന്. പോകുന്നത് എൻ്റെ വീട്ടിലാണെന്ന് വഴിക്ക് വെച്ചാണ് നിഖിലേട്ട ഞാനും അറിഞ്ഞത്. അവളുടെ വാക്ക് കേട്ട് നിഖിൽ കോപാകുലനായി. ചാടി എഴുന്നേറ്റ് ചുവന്ന കണ്ണുമായി അവൻ പറഞ്ഞു, ആക്ടേഴ്സ് തോറ്റുപോകും. രണ്ടുപേരും ആക്ടിങ്ങാണ്. അച്ഛനും അമ്മയും ഇങ്ങനെയാണോ മരുമകളെ സ്നേഹിക്കേണ്ടത്? മകന്റെ മനസ്സറിയാത്തവർ. അവന്റെ വാക്ക് കേട്ട് പ്രിയ പറഞ്ഞു, നിഖിലേട്ട, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഖിലേട്ടൻ ഇന്നിവിടെ വരുമെന്ന്. പ്രിയയുടെ വാക്കുകൾ കേട്ട് അവൻ ഒന്നും മിണ്ടാതെ ബൈക്കിനടുത്തേക്ക് പോയി. കൂടെ പ്രിയയും ഗേറ്റ് വരെ നടന്നു ചെന്നു. ബൈക്ക് സ്റ്റാർട്ടാക്കി വരാമെന്ന് പറഞ്ഞിട്ടവൻ അതിവേഗം വീട് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. വീട് ലക്ഷ്യമാക്കി അതിവേഗം ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്നു. പോകും വഴികളിൽ അധികം കടകളൊന്നും കണ്ടില്ല. ജംഗ്ഷനിൽ കടകളും ഹോട്ടലുകളും കണ്ടു തുടങ്ങി. യാത്രാക്ഷീണം കാരണം ഒരു തട്ടുകടയുടെ സമീപം അവൻ ബൈക്ക് നിർത്തി. പ്രിയ നിഖിലിനോടൊപ്പം പോകാമായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. മനസ്സാകെ ഇന്റർവ്യൂ ടെൻഷനായിരുന്നു. എന്തെന്ന് പറയാനറിയാത്ത കുറ്റബോധം. നിഖിലേട്ടൻ ഒന്നും പറഞ്ഞില്ല എങ്കിലും കൂടെ പോകേണ്ടതായിരുന്നു. പലത് ചിന്തിച്ചിട്ടും തൻ്റെ ഭാഗത്ത് ഒരു ശരിയും വരണില്ലല്ലോ ഈശ്വര. പ്രിയയ്ക്ക് സങ്കടം തോന്നി. പ്രിയ താടിക്ക് കയ്യും കൊടുത്ത് ചിന്താവിഷ്ടയായ സീതയെ പോലെ ഇരുന്നു. മനസ്സ് എന്തിനോ സങ്കടപ്പെടുന്നു. മകളുടെ കോളുഭാവവും അമ്മ നോക്കി കാണുന്നുണ്ടായിരുന്നു. അമ്മ ചോദിച്ചു, നിനക്കെന്താ അവനോട് ഇന്നിവിടെ നിൽക്കാൻ പറഞ്ഞുകൂടായിരുന്നോ? പോയതിന് ശേഷമാണമ്മേ ഞാൻ ഓർത്തത്. കൊള്ളാം മോളെ, കൊള്ളാം. ഇത് കൂടിപ്പോയി കേട്ടോ. ഇന്റർവ്യൂ ഇന്നല്ലെങ്കിൽ അടുത്തതിന് പൊയ്ക്കൂടെ? നീ എന്ത് ഭാവിച്ചിട്ടാ? രമ മകളെ കുറ്റപ്പെടുത്തി. ഭർത്താവിൻ്റെ സ്നേഹമാണ് നിനക്കിപ്പോൾ കൂടുതൽ വേണ്ടത്. അവനെ ദേഷ്യപ്പെടുത്തരുത്. അവനോട് പിണങ്ങി അവൻ്റെ അമ്മയെ കൂട്ടി വന്നത് ഏത് ഉദ്ദേശത്തിലാ കേൾക്കട്ടെ? അവൻ അറിയാതെ വീട് വിട്ട് ഇറങ്ങുകയും ചെയ്യരുത്. ഒന്ന് വിളിച്ചറിയിച്ചിട്ടെങ്കിലും ഇറങ്ങണം കേട്ടോ. രമ മകളോട് പറയുമ്പോൾ അച്ഛൻ കയറി വന്നു. അച്ഛൻ ചോദിച്ചു, അവൻ അറിയാതെയാണോ വന്നത് മോളെ? കുഴപ്പമില്ല, അവൻ്റെ അമ്മ ഉണ്ടായിരുന്നല്ലോ. അച്ഛൻ പ്രിയയെ സമാധാനപ്പെടുത്തി. നിഖിലേട്ടൻ വളരെ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയമ്മേ. അവൻ ദേഷ്യത്തിലിറങ്ങാൻ എന്താ കാരണം? അത് നീ പറ, അമ്മ ചോദിച്ചു. പ്രിയയുടെ വാക്കുകൾ കേൾക്കാൻ അവർ കാത്തു നിന്നു. പ്രിയ ഒന്നും മിണ്ടിയില്ല. കാരണം പറയൂ മോളെ, അച്ഛൻ മകളെ വാത്സല്യത്തോടെ നോക്കി. അച്ഛ, നിഖിലേട്ടൻ ഒന്നും മിണ്ടാതെ മൈൻഡ് ചെയ്യാതെ ഇന്റർവ്യൂവിൻ്റെ കാര്യത്തിൻ്റെ ഒരു മറുപടിയും പറയാതെ ഇറങ്ങിപ്പോയി. നിന്റെ ഒരു ഇന്റർവ്യൂ, നീ നാളെ ഇന്റർവ്യൂവിന് പോകണ്ട, ഞാനാ പറയണേ, അമ്മ തീർത്തു പറഞ്ഞു. അമ്മയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ പ്രിയ ഒന്നും മിണ്ടിയില്ല. മോളെ, അവന് ആഹാരം വല്ലതും കൊടുത്തോ? അച്ഛൻ ചോദിച്ചു. ആ ചോദ്യത്തിന് ഇല്ലെന്നവൾ തലയാട്ടി. മകൾക്ക് എന്ത് പറ്റിയെന്ന് അച്ഛൻ അതിശയത്തോടെ നോക്കി. അവൾ മൊബൈലെടുത്ത് അമ്മയ്ക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്തു. നിഖിലേട്ടൻ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. രമയ്ക്ക് ദേഷ്യം ഇരച്ചു കയറി. നീ എന്ത് ഭാവിച്ച? നിൽക്കാൻ പറഞ്ഞില്ല പോട്ടെ, കുറച്ച് ആഹാരം കൊടുത്തിട്ട് വിട്ടാൽ പോരായിരുന്നോ? അമ്മ, എനിക്കിപ്പോൾ നിഖിലേട്ടൻ്റെ വീട്ടിൽ പോകണം. എൻ്റെ സ്കൂട്ടി എടുത്തിട്ട് പോയിക്കോട്ടെ, അവൾ അച്ഛനോടും ചോദിച്ചു. വേണ്ട മോളെ, കരച്ചിലടക്കാൻ പാടുപെടുന്ന പ്രിയയുടെ തല തലോടിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു. നീ വിഷമിക്കാനല്ല പറഞ്ഞത്. നീ ഇന്ന് പോകണ്ട, ഇന്റർവ്യൂ കഴിയട്ടെ. വിളിക്കാൻ നിഖിൽ വന്നില്ലെങ്കിൽ അച്ഛൻ വരാം, മോള് വിഷമിക്കണ്ട. അവളുടെ അടർന്നൊഴുകിയ കണ്ണുനീർ അച്ഛൻ തുടച്ചു മാറ്റി.
നിഖിൽ ചായ കുടിച്ച ശേഷം 200 രൂപ കൊടുത്തു. ചായക്കടക്കാരൻ പറഞ്ഞു, ഫോൺ പേ ചെയ്യണം സാറേ. അവൻ ഫോൺ പേ ചെയ്ത ശേഷം ബൈക്കിനടുത്ത് വന്നു. ബൈക്കിൽ ഒരാൾ കയറിയിരിക്കുന്നു. ഹെൽമറ്റും വച്ചാണിരിപ്പ്. നിഖിൽ നമ്പർ നോക്കി. നമ്പർ ശരിയാണ്. ആരാണ് ഇയാൾ? ഹേ മിസ്റ്റർ, ഇറങ്ങണം, ഇതെൻ്റെ ബൈക്കാണ്, നിഖിൽ പറഞ്ഞു. നീ പറഞ്ഞാൽ മതിയോ? ഈ ബൈക്ക് എൻ്റെയാ. മുഖം കാണട്ടെ, ഹെൽമറ്റ് മാറ്റടോ. മാറ്റിയില്ലെങ്കിൽ എന്തോ ചെയ്യും. ശബ്ദം കേട്ട് അവൻ ആളെ പിടികിട്ടി. എടാ സേവിയറെ, നീ? ഞാൻ തന്നെടാ മോനെ. എൻ്റെ വീട് ഇവിടെ അടുത്താ. അതോ ആ കാണുന്നതാണ് എൻ്റെ വീട്. നിനക്ക് അവിടെ ഒന്ന് കയറിയിട്ട് പൊക്കൂടെ? അമ്മ എന്നും പറയത്തില്ല, സേവിയർ നിർബന്ധിച്ചു. ടീച്ചറമ്മ എന്നെ അന്വേഷിച്ചിട്ടില്ലേ? നിഖിൽ പോകാൻ കൂട്ടാക്കാതെ അവൻ പറഞ്ഞു. ഇനി ഒരിക്കലാവട്ടെടാ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, വീട്ടിലൊന്ന് പോകണം, വഴി മാറ്, അവൻ പറഞ്ഞു. സേവ്യർ അവൻ്റെ കൈക്ക് പിടിച്ചു. ഗദ്ഗതത്തോടെ പറഞ്ഞു, 10 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സ്ഥലം വിറ്റ് കടങ്ങളെല്ലാം തീർത്ത് കുമ്മറക്കാട്ടിൽ മാറും. അവിടെ സ്ഥലവും ചെറിയ വീടിന് അഡ്വാൻസും ആയിട്ടുണ്ട്. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. കാരണം അറിയരുതോ, ഇന്നലെയും നിന്റെ അമ്മയും നീയും സഹായിച്ച കാര്യങ്ങൾ പൈസ മടക്കിത്തരണമെന്ന് അമ്മ പറഞ്ഞിരുന്നു. സേവിയറെ, നീ വിഷമിക്കണ്ടടാ. അച്ഛനെ രക്ഷിക്കാൻ ശ്രമിച്ചതല്ലേ കടങ്ങളുണ്ടാവാൻ കാരണം. ഇതെല്ലാം നിനക്ക് കൊടുത്ത് തീർക്കാൻ സാധിക്കും. നീ ധൈര്യമായിട്ടിരിക്കുക. എവിടെ പോയാലും നിന്റെ സ്വഭാവം നന്നല്ലേ. അമ്മയ്ക്ക് കൂട്ടായി നീയുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അവിടെയാണ് ജോലി കിട്ടിയത്, അതാണ് പോകുന്നത് പട്ടിക്കാട്ടിലേക്ക്. സമയം 11:30 ഞാൻ പോട്ടെ, നിഖിൽ ധൃതി കാട്ടി. നീ പെണ്ണല്ല, ആൺകുട്ടിയാ. ആൺകുട്ടിക്ക് ഏത് സമയത്തും നടക്കാം. അവൻ്റെ നാക്ക് കുഴയുന്ന പോലെ തോന്നി. അവൻ കുഴഞ്ഞു മദ്യലഹരി കൊണ്ട് തലയിൽ വീണു. നീ? നിഖിലിൻ്റെ തോളിൽ താങ്ങിയ നിഖിൽ അവൻ ചൂണ്ടിക്കാട്ടിയ വീട്ടിൽ അവനെയും കൂട്ടി സേവ്യറിൻ്റെ വീട്ടിലെത്തി. മുറ്റത്ത് ഒരു വൃദ്ധൻ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. നിഖിലിൻ്റെ മനസ്സിൽ പലതും മിന്നിമറഞ്ഞു. വൃദ്ധൻ എഴുന്നേറ്റു. ചെറ്റകൾ സേവ്യറിനെ കുടിപ്പിച്ചു കൊണ്ടുവരുന്നു. പ്രീതാമോ, അയാൾ വിളിച്ചു കൂവി. സേവ്യറിൻ്റെ അമ്മ ഓടി വന്നു. നിഖിലിനെ കണ്ടവർ ചോദിച്ചു, ഇവൻ നിന്നെ തിരക്കി ജംഗ്ഷനിൽ നിന്നതാ. ടീച്ചറമ്മയോട് ഞാൻ ചോദിച്ചതായി പറയണേ. അവിടെ കണ്ണു നിറഞ്ഞിരുന്നത് നിഖിൽ കണ്ടു. അമ്മ വിഷമിക്കണ്ട, അവൻ മദ്യപിച്ചിട്ടാണെന്ന് തോന്നുന്നു. ചായക്കടയിൽ വച്ച് കണ്ടതാണമ്മേ, വേറെയൊന്നും എനിക്കറിയത്തില്ല. നിഖിലിൻ്റെ വാക്ക് കേട്ട് സേവ്യറിൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛനാണത് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം പലതും പറയും. ഒരു ചായ കുടിക്കാനുള്ള കാശും തീർന്നിരിക്കുകയാണ്. അവൻ്റെ അച്ഛൻ പോയത് പിന്നെ ഇവിടുത്തെ അവസ്ഥ പറയാൻ വയ്യ. സേവ്യർ കമ്പനിയിൽ പോകുന്നില്ല. എന്തിനു മോനെ, ചായ എടുക്കാൻ പഞ്ചസാര പോലും ഇല്ലെന്ന് പറയുന്നതാണ് ശരി. നിഖിൽ കണ്ണു മിഴിച്ചു നിന്നു. അവൻ പേഴ്സ് തുറന്നു 2 500 രൂപ നോട്ട് അമ്മയുടെ നേർക്ക് നീട്ടി. സേവ്യറിനോട് ഉണരുമ്പോൾ വീട്ടിലേക്ക് വരാൻ പറയണം കേട്ടോ അമ്മേ. ഞാൻ പിന്നീട് ഒരിക്കൽ വരാം അമ്മേ. അവൻ വീണ്ടും യാത്ര തിരിച്ചു. പോകും വഴി അവൻ കൈവീശി. വഴിയാകെ വിജനമായിരുന്നു. മിസ് കോളുകളുടെ എണ്ണം വർദ്ധിച്ചു. ഫോൺ സൈലന്റ് ആയത് കാരണം അവനൊന്നും അറിയാതെ ബൈക്ക് മിന്നിച്ചു. അവന് എതിരായി ഒരു ചുവന്ന കാർ വന്നു. എതിരായി നിന്നു. അതിൽ നിന്നും 2-3 തടിമാടന്മാർ തടഞ്ഞു നിർത്തി. നിഖിലിൻ്റെ മാലയും മോതിരവും ബ്രേസ്ലെറ്റും പിടിച്ചു വാങ്ങി. അവനെ വലിച്ചു പിടിച്ച് സ്കൂട്ടറിൽ പിടുത്തമിട്ടു. അവൻ കുതറി മാറി. 3 പേരും ചേർന്ന് നിഖിലിനെ അമർത്തി. നിഖിൽ കാലുകൊണ്ട് ഒരുത്തൻ്റെ നാഭിയിൽ തൊഴിച്ചു. തൊഴികൊണ്ട് അവൻ റോഡിൽ മലർന്നു വീണു. അത് കണ്ട വേറൊരു തടിയൻ നിഖിലിൻ്റെ ബാക്കിൽ ചവിട്ടി പതുക്കി. അവനെ എല്ലാവരും ചേർന്ന് അലക്കി. ജീവൻ മാത്രം ബാക്കിയാക്കി വില കൂടിയ വാച്ചും ബൈക്കും സർവ്വതും കവർന്ന് നിഖിലിനെ ചവിട്ടിക്കൂട്ടി. വിജനമായ വയലേലയിൽ ഒറ്റയേറ്. ചത്തു കാണുമെന്നവൻ പിറുപിറുത്ത് അവർ ചുവന്ന കാറിൽ അപ്രത്യക്ഷരായി. ഞെരങ്ങി. അനങ്ങാൻ പറ്റുന്നില്ല. ചോര വാർന്നുകൊണ്ടിരുന്നു. ഒന്ന് വായ് തുറക്കാൻ കഴിവില്ലാതെ നിഖിലിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. വെള്ളം കിട്ടാൻ ചുറ്റും നോക്കി. ചുറ്റും കട്ട ഇരുട്ട് മാത്രം.
ഭയാനക ശബ്ദങ്ങളും ചീവിടിൻ്റെ ഒച്ചയും മൂങ്ങയുടെ മൂളലും അടുത്തടുത്ത് വരും പോലെ തോന്നി. റോഡിൽ മാത്രമേ വെളിച്ചം ഉണ്ടായിരുന്നുള്ളൂ. മുറിവിൻ്റെ മരവിപ്പ് മാറിയെങ്കിലും ദേഹമാകെ അടലും നീറ്റലും. കട്ടറുമ്പുകൾ ചോരപ്പാടുകളിൽ കടി തുടങ്ങി. ആശുപത്രിയിൽ പോകാൻ ആരെങ്കിലും സഹായം വേണം. ഒരു വീടും കാണുന്നില്ല. ആരെങ്കിലും വരണേ. ഉറക്കെ കൂവി വിളിക്കാൻ തുടങ്ങിയെങ്കിലും അവന് പോലും കേൾക്കാൻ കഴിയാത്ത ചെറു ശബ്ദമാണോ പുറത്തു വന്നത്. നിഖിൽ ആകാശത്ത് നോക്കി. പൗർണമിയാണ്. നല്ല നിലാവുണ്ട്. ചന്ദ്രനെ കണ്ടു. നിസ്സഹായനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. സഹായത്തിന് ആരെങ്കിലും വരണേ എന്നവൻ വിളിച്ചു. ആരും വന്നില്ല. അവന് അലറി കരയാനാണ് തോന്നിയത്. മൂങ്ങയുടെയും ചീവിടിൻ്റെയും കരച്ചിലും മൂളലും നിന്നു. ഒരു വലിയ നക്ഷത്രം കൂടുതൽ ശോഭയോടെ മിന്നി മിന്നി നിന്നു. അവൻ്റെ ശ്രദ്ധ അതിലേക്കായി. നക്ഷത്രത്തെ നോക്കി അവൻ കിടന്നു. നക്ഷത്രം താഴ്ന്നു അവൻ്റെ അടുത്തേക്ക് വന്നു. അവന് വിശ്വസിക്കാനായില്ല. അതിൽ നിന്ന് ഒരു നക്ഷത്രം വല പോലെ പ്രകാശം പരത്തി അവൻ്റെ മേൽ പതിച്ചു. അപ്പോൾ അവൻ ഓരോ വീടിൻ്റെ മേൽക്കൂരയും ടെറസുകളും കണ്ടു. പിന്നെ വൃക്ഷത്തലപ്പുകളും. പിന്നെ മേലെ മേലെ ആകാശത്തേക്ക് അവൻ ഉയർന്നു. ആകാശം എന്ത് സുന്ദരമാണ്! നേരെ അവൻ ഒരു പറക്കും തളികയിൽ ആയി. അത് പറന്നു പൊങ്ങി. പലതരം ഗോളങ്ങൾ അവൻ കണ്ടു. എല്ലാം ഒരുപോലെ ആയിരുന്നു. മിന്നിത്തിളങ്ങിയ ഗോളങ്ങളിലായിരുന്നു ഓരോ കുടുംബവും താമസിക്കുന്നത്. നല്ല അഴകുള്ള കണ്ണുകളാണ് അവിടെയുള്ള എല്ലാവർക്കും. അവിടെ എല്ലാവരും നല്ല സ്നേഹമുള്ളവരായിരുന്നു. ആ കണ്ണുകളിലെ കൃഷ്ണമണിക്ക് വലിപ്പം കൂടുതലായിരുന്നു. ശാന്തഭാവമുള്ള വ്യക്തികൾ അവനെ ഒരു കുഞ്ഞിനെ പോലെ കയ്യിലേന്തിയെടുത്തു. അവൻ്റെ തലയിൽ തലോടി. അവൻ്റെ വേദനകൾക്ക് അവന് ആശ്വാസം തോന്നി. സ്വർണ്ണക്കപ്പുകളിൽ അവർ ഭംഗിയുള്ള ഒരു പാനീയം അവൻ്റെ നേർക്ക് നീട്ടി. നിഖിൽ 2 കൈയും നീട്ടി അത് വാങ്ങി കുടിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരുപോലെ ഭംഗിയുള്ളവരായിരുന്നു. ദൈവങ്ങളാണെന്ന് അവന് തോന്നി. അത്രയ്ക്കുണ്ട് സൗന്ദര്യം. തുളുമ്പുന്ന നോട്ടവും സ്നേഹം തുളുമ്പുന്ന പെരുമാറ്റവും. ഒരു കുഞ്ഞിനെ പോലെ അതിലൊരാൾ അവനെ തലോടിക്കൊണ്ടേയിരുന്നു. അവൻ്റെ കണ്ണുകൾ സാവധാനം അടഞ്ഞു. ഇളങ്കാറ്റിൽ സിൽക്ക് തിരശീലകൾ ആടിക്കളിച്ചു. എങ്ങും സുഗന്ധം നിറഞ്ഞ അന്തരീക്ഷം. പതുപതുത്ത മെത്തയിൽ ഒരു കുഞ്ഞിനെ പോലെ അവൻ കണ്ണുകൾ തുറന്നു കിടന്നു. ചുറ്റും ഓടി നടന്നു. എന്നാൽ തുള്ളി പറക്കാനെന്ന് കഴിഞ്ഞുള്ളൂ. ചുറ്റും നല്ല വെളിച്ചം. നമ്മുടെ ഗായികമാർ ഇവിടെയും എത്തിയോ? ശ്രവ്യ മാധുര്യമായ ഗാനം നിഖിൽ കേട്ടു. ശബ്ദം കേട്ട ദിക്കിൽ അവനൊന്നു നോക്കി. ചുറ്റും അരുവിയും താഴെ തടാകവും അരയന്നവും. തടാകത്തിൽ വെള്ള താമര പൂക്കളും അവൻ കണ്ടു. ഒരു അരയന്നത്തിൽ പച്ച ബോർഡർ കസവുള്ള വെള്ള സാരി അണിഞ്ഞ ഒരു പെൺകുട്ടി വന്നിറങ്ങി. സ്കൂട്ടറിൽ വന്നിറങ്ങും പോലെ അവർ ഇറങ്ങിയതും ആ അരയന്നം തടാകത്തിൽ ഇറങ്ങിപ്പോയി നീന്തി കളിച്ചു. അവർ പാടുന്നുണ്ടായിരുന്നു. ദേവസുന്ദരിമാരാരെങ്കിലും ആണെന്ന് അവൻ കരുതി. മുട്ടോളം ഭംഗിയുള്ള മുടി, ചിത്രത്തിൽ കണ്ടിട്ടുള്ള ദേവി ചൈതന്യമുള്ള മുഖം. തടാകത്തിലെ അരയന്നത്തെ വീണ്ടും അവർ മാടി വിളിച്ചു. അത് വേഗം തുഴഞ്ഞെത്തി. അവൻ്റെ പുറത്തിരുന്നവർ അപ്രതീക്ഷയായി. പെട്ടെന്ന് മടങ്ങി എത്തുകയും ചെയ്തു. വന്ന ഉടനെ നിഖിൽ ഇരുന്ന വശത്തേക്ക് അവരുടെ നോട്ടം പതിഞ്ഞു. അവൻ അറിയാതെ കൈ രണ്ടും കൂപ്പി. ഉടനെ അവർ പുഞ്ചിരിയോടെ അവനെ വിളിച്ചു. അവൻ പെട്ടെന്ന് അവരുടെ മുന്നിലെത്തി. മനസ്സിൽ ഇതുവരെയും അനുഭവിക്കാത്ത ഒരാകർഷണം. അമ്മയോടോ അച്ഛനോടോ ഗുരുവിനോടോ തോന്നാത്ത ആദരവും ബഹുമാനവും അവനുണ്ടായി. അവൻ അവരുടെ മുന്നിൽ വണങ്ങി നിന്നു. അവർ അവൻ്റെ തലയിൽ തൊട്ട് തലോടിക്കൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, നിന്നെ ഞങ്ങൾക്കിഷ്ടമായി. നീ ഇനി ഇവിടെ വേണം. അവർ മലയാള ഭാഷ പറയുന്നത് കേട്ട നിഖിൽ അതിശയത്തോടെ അവരെ നോക്കി. അവൻ ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണോ? ചിരിച്ചതല്ലാതെ അവരൊന്നും പറഞ്ഞില്ല. കണ്ണോടിച്ചു. പൂച്ചയും മുയലും നായയും നിൽക്കുന്നുണ്ടായിരുന്നു. അവന് അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അതിൻ്റെ തലയ്ക്ക് ചുറ്റും ദിവ്യപ്രകാശം, മനുഷ്യരൂപം. അവർ 3 പേരും പൊരിഞ്ഞ ചർച്ചയിലായിരുന്നു. അവൻ്റെ
അത്ഭുതഭാവം കണ്ട ആ മനോഹരി അവനോട് പറഞ്ഞു, അവർ ഭൂമിയിലെ പ്രശ്നങ്ങൾ പറയുകയാണ്. നായ്ക്കൾ അവിടെ കൂടുതലായിട്ടുണ്ട്. അവർ എല്ലാവരെയും കടിച്ച് ഉപദ്രവിക്കുന്നു. പിന്നെ മഴ കാരണം മനുഷ്യർക്ക് എലിപ്പനി ബാധിക്കുന്നു. അങ്ങനെ നീ പോയി വിശ്രമിക്കൂ, അവർ പറഞ്ഞു. അവന് ചുറ്റും അത്ഭുതങ്ങളായിരുന്നു. കണ്ണിന് കൗതുകമായ പല കാഴ്ചകൾക്കും അവൻ കണ്ട് മതിമറന്നു. അവൻ ഓരോന്നും അതിശയത്തോടെ കാണുന്നുണ്ടായിരുന്നു. ഓരോ ജന്തുക്കൾക്കും ഓരോ കോമളമായ മനുഷ്യ ശരീരങ്ങൾ. ഭൂമിയിലെ ഓരോ ജന്തുക്കൾക്കും ഓരോ മനുഷ്യ ശരീര രൂപത്തിൽ കണ്ടവൻ വീണ്ടും അമ്പരന്നു. മരങ്ങൾക്ക് തല മരമാണ്. കാക്കയും ഉണ്ടായിരുന്നു. തത്തയും ഉണ്ടവിടെ. അരയന്നത്തെ ഒരു വാഹനമായി ഉപയോഗിക്കുന്നു. ഈ വിധ കാഴ്ചകൾ അവനെ ഭയാകുലനാക്കി. അവൻ ബെഡിൽ ഓടിവന്ന് പുതച്ചു കിടന്നു. നിഖിൽ വീണ്ടും ചുറ്റിൽ കണ്ണോടിച്ച് കാഴ്ചകൾ കാണാൻ വീണ്ടും അവൻ പുറത്തേക്ക് ഇറങ്ങി. ഗണപതി ഭക്തനായ അവൻ ഭഗവാനെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. കയ്യിലിരുന്ന മോദകങ്ങളിൽ ഒരെണ്ണം അവന് നൽകി. അവൻ സന്തോഷത്തോടെ അത് വാങ്ങി കഴിച്ചു. എല്ലാം അറിഞ്ഞ ഭഗവാൻ ഗണപതി ഒരു അരയന്നം നൽകി അവനെ ഭൂമിയിൽ പറഞ്ഞയച്ചു. അവൻ ചുറ്റും നോക്കി. അവനെപ്പോലെ ഒരുവൻ ഒരു വയസ്സായ വൃദ്ധയുടെ കൂടെ നടന്നു പോകുന്നു. അവൻ്റെ മുഖസാദൃശ്യം കണ്ടമ്പരന്ന നിഖിൽ വൃദ്ധയുടെ മുഖം ശ്രദ്ധിച്ചു. അത് നിഖിലിൻ്റെ പ്രിയയായിരുന്നു.